കാട്ടാപ്പള്ളി, എടാ നീ ആണാണെങ്കിൽ ഇറങ്ങി വാടാ. ഇപ്പൊ അങ്ങോട്ട് പോണ്ട. എന്താ പോയാല്? മതമിളകി ആന കുത്താൻ വന്നാലും നെഞ്ചു വിരിച്ച് നിൽക്കുന്നവനാണോ ഈ നാഗേന്ദ്രൻ? നിന്റെ വടക്കമ്മലക്കാരെ ആണുങ്ങളുടെ മുന്നിൽ തോറ്റോടിയെ കണ്ടില്ലേ? നാണമില്ലടാ നിനക്ക് ഇങ്ങനെ നാറിയ കളി കളിക്കാൻ? ആണുങ്ങളാണ് നേരിട്ട് മുട്ടണം. നേരിട്ട് തന്നെ മുട്ടാടാ. ഇത് നിന്റെ നെഞ്ചിന് നേരെ എറിയാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല. നിർത്തിക്കോ, ഇവിടെ വെച്ച് നിർത്തിക്കോ. ഇല്ലെങ്കിൽ ബയറുകീരി കോടലി പുറത്ത് വന്ന് അത് നിന്റെ പട്ടി തീട്ടിക്കും. നിൻಗೆ നൻപക്കെ ಗೊತ್ತಿಲ್ಲ, കാട്ടുപുളി നായിന്റെ പട്ടി മോനെ. നിങ്ങളൊക്കെ തന്നെയാ കാട്ടാപ്പള്ളി ഇത്രയും വളർത്തിയത്. ഒതുക്കണമായിരുന്നു, വളരെ മുമ്പേ ഒതുക്കണമായിരുന്നു. അറിയാൻ പാടില്ല, പക്ഷെ അവനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകാൻ പാടില്ല. എന്റെ ശത്രു വേറെയാ. എന്റെ അച്ഛനെ 16 വെട്ടുവെട്ടിയിട്ട് കടന്നു കളഞ്ഞ എന്റെ ആജന്മ ശത്രു വീരു. അവനെ എനിക്ക് കൊല്ലേണ്ടത്. അവൻ ചതിച്ചതെങ്ങനെയാന്ന് മല്ലയ്ക്ക് അറിയണ്ടേ? ഒരിക്കൽ മസിനഗുഡിയിലെ തോട്ടത്തിൽ നിന്ന് അച്ഛൻ മടങ്ങി വരികയായിരുന്നു. ഇവന് കന്നഡ മാത്രമേ അറിയൂ, മലയാളം തീരെ അറിയില്ല. ആരും പോലും ഇല്ലാത്തവനാ. വീരുന്ന പേര്. ഒരു മകനെ പോലെ തന്നെയാ അച്ഛൻ അവനെ കൊണ്ടു നടന്നത്. ഒരു കൂടപ്പറപ്പിനെ കിട്ടിയെന്ന് ഞാനും കരുതി. പക്ഷേ അച്ഛനെ ആക്രമിച്ചവനെ ഒരിക്കൽ പോലീസ് പിടികൂടി. അവനിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന സത്യമാണ് ഈ ഗ്രാമം അറിഞ്ഞത്. വീരു അവന്റെ സംഘത്തിൽപ്പെട്ടവൻ തന്നെയായിരുന്നു. ഒരു സഹായിയെ പോലെ കടന്നുകൂടി വൻ കവർച്ച നടത്താനായിരുന്നു അവരുടെ പദ്ധതി. ഇത് അറിഞ്ഞതോടെ എന്റെ അച്ഛനെയും കുറുപ്പച്ഛനെയും ആക്രമിച്ച് പണം തട്ടിയെടുത്ത് അവൻ ഓടി. പക്ഷെ അവൻ ചെന്നുപെട്ടത് ഞങ്ങളുടെ ആശ്രിതനായ വടിവാള് വാസുന്റെ മുന്നിലാണ്. രക്ഷപ്പെടാനാവാതെ കാട്ടിലൊളിച്ച വീരുവിനെ അന്ന് രാത്രി പോലീസ് പിടികൂടി. പിറ്റേന്ന് തെളിവെടുപ്പിനായി അവനെ കൊണ്ടുവന്നപ്പോ എല്ലാ കുറ്റങ്ങളും അവൻ സമ്മതിച്ചു. പണം മോഷ്ടിക്കാൻ വേണ്ടിയല്ലേ നീ ഉണ്ണിത്താനെ വെട്ടിയത്? നീ മുദ്ദ താനെ അതന്നെ ഞാൻ കേളിതു. ഒളിപ്പിച്ചു വെച്ച തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ പോകുന്ന വഴി അവൻ പിന്നെയും ഒരു ചതി കാണിച്ചു. പോലീസും നാട്ടുകാരും എത്ര ശ്രമിച്ചിട്ടും അവനെ പിടികൂടാനായില്ല. അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. പക്ഷെ ദൈവം ഉണ്ടെങ്കിൽ അവനെ എന്നെങ്കിലും എന്നെ കൺമുന്നിൽ കൊണ്ട് തരും. അന്ന് എന്റെ അച്ഛനെ വെട്ടിയതുപോലെ അവനെ വെട്ടിയെറിഞ്ഞ് നാട്ടുകാരുടെ മുന്നിലിരുന്ന് ഞാൻ. അത്രയ്ക്ക് ദ്രോഹമാ ഈ കുടുംബത്തോടവൻ ചെയ്തത്. അവനെ മകനെ പോലെ സ്നേഹിച്ച മനുഷ്യനെയാണ് അവൻ ജീവച്ഛവം പോലെ കടത്തിയത്. അവന്റെ ക്രൂരത നിങ്ങൾക്ക് കാണണ്ടേ? നോക്ക്. അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ വേണ്ടാത്ത പണിക്ക് പോണ്ടാന്ന്. കേട്ടില്ല. ഒരിക്കലും നന്നാവില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ചവരോട് ഇനി എന്ത് പറയാനാ?
ഇവനെ ആക്രമിച്ചതിന്റെ പേരിൽ മല്ലയ്യക്കെതിരെ ഉടനെ കേസ് ചാർജ് വേണ്ട. ഒരു നിയമത്തിന്റെ രാഷ്ട്രീയത്തിന്റെ സഹായം എനിക്ക് വേണ്ട. നാഗേന്ദ്രനെ ആക്രമിച്ചതിന്റെ പേരിൽ പോലീസ് കേസോ? അത് വേണ്ട. എനിക്ക് ജയിക്കണം. ഈ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ എനിക്ക് ജയിക്കണം. അവൻ എനിക്ക് വിട്ടേക്ക്. ആ ഡോക്ടറെങ്കിലും ഇവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. ദേ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇവനെ നിയന്ത്രിക്കേണ്ട ഡോക്ടറാ. ആ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഇറങ്ങട്ടെ. സ്റ്റിച്ച് ഇടണം. അതിനു മുൻപ് മരവിപ്പിക്കാനുള്ള ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. വേണ്ട, മരവിപ്പിക്കാതെ തന്നെ ചെയ്താൽ മതി. നല്ല വേദന ഉണ്ടാവും. വേദനിക്കണം, നല്ലതുപോലെ വേദനിക്കണം. എങ്കിലേ എനിക്ക് അവനോടുള്ള പക വർദ്ധിക്കൂ. എന്ത് പറ്റിയതാ? മതമിളകി ആന വന്നപ്പോ നെഞ്ചും വിരിച്ച് നിന്നതാ. അത് കുത്തിവെച്ചും പോയി. അണ്ണവരെ ഒന്ന് കാണാൻ. അതിനെന്താ, വരൂ. സംസാരിക്കാൻ പറയുന്നതൊക്കെ മനസ്സിലാവും, മറുപടിയൊക്കെ കണ്ണീര് കൊണ്ട. നമുക്ക് നല്ല ഡോക്ടർമാരെ ചികിത്സിക്കാൻ ഇനി ബാക്കിയൊന്നുമില്ല. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്ന് എല്ലാവരും പറയണേ. ഞാൻ ചായ എടുക്കാം. എന്നെ മനസ്സിലായ ഇത് നാണ് വേറു അന്നവര് മകനെ പോലെ സ്നേഹിച്ച വേറുവനാണ്. എന്തിനാ വീണ്ടും വന്നത്? അവശേഷിച്ച ജീവൻ കൂടി എടുക്കാനോ? നിന്നെ ഒരുപാട് സ്നേഹിച്ച മനുഷ്യനോട് എന്തിനു നീ ചതി ചെയ്തു? എല്ലാരും കൂടെ എന്നെ ഞാൻ ചെയ്തിട്ടില്ല. എനക്ക് ഇവർ ഭഗവാൻ മാതിരി. ഭഗവാൻ ആരെങ്കിലും ഉപദ്രവിക്കുമോ? എന്നെ വിശ്വസിക്കണം. അമ്മയെങ്കിലും എന്നെ വിശ്വസിക്കണം. ഞാൻ ആരെയും സാധിക്കില്ല, ആരെയും സാധിക്കാൻ പറ്റില്ല എനിക്ക്. ഭഗവന്ത എല്ലാ കുത്തരം ഇവരെന്നെ ഈ സ്ഥിതിയിലിട്ടെത്തിയ അണ്ണവരെ ഒന്നും പറയും, ഞാനല്ലെന്ന് ഒന്നും പറയും. മതി, പൊയ്ക്കോ. എന്റെ മോനോ നാട്ടുകാരോ അറിയുന്നതിന് മുമ്പ് ഈ നാട്ടിൽ നിന്ന് തന്നെ പൊയ്ക്കോ. ഇല്ലെങ്കിൽ നിന്റെ ജീവൻ പോലും അപകടത്തിലാവും. അയ്യോ, എന്ത് പറ്റി? അയ്യോ, എന്താ ഇത്? ഇതൊരു പ്രോഗ്രസ് ആയിട്ട് കണ്ടാൽ മതി. എന്തെങ്കിലും കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ റിയാക്ട് ചെയ്യുന്നത് നല്ല ലക്ഷണമാണ്. നമുക്ക് നോക്കാം. മല്ലയെ സംസാരിച്ചപ്പോ അച്ഛൻ എന്തെങ്കിലും തിരിച്ചു പറയാൻ ശ്രമിച്ചതായിരിക്കാം. വോക്കൽ കോഡ് ഡാമേജ് ആയതുകൊണ്ട് വല്ലാതെ സ്ട്രെയിൻ വന്നു കാണും. ഞാൻ എല്ലാ ചന്ദ്രമോഹനോട് പറയാൻ പോകുക. വേണ്ട, ഞാൻ വിശ്വസിച്ച പോലെ അവനെല്ലാം വിശ്വസിക്കണമെന്നില്ല. എല്ലാ സത്യം അറിയണ ആളാ. അകത്ത് സംസാരിക്കാൻ കളിയാതെ കിടക്കണം. അന്ന് മലയാളം അറിയാതെ നൻകെ എന്ത് പറഞ്ഞു എന്ത് ചെയ്തു അറിയില്ല. ആരെന്നെ സാധിച്ചു അറിയില്ല. അതുകൊണ്ട് തന്നെയാ ചന്ദ്രമോഹനൊന്നും അറിയണ്ടെന്ന് പറഞ്ഞത്. മല്ലയെ എന്ത് പറഞ്ഞപ്പോഴാ അച്ഛൻ റിയാക്ട് ചെയ്തത്? എല്ലാത്തിനും അവസരം വരും. ഇപ്പൊ ഒന്നിനും പോകണ്ട. പാമ്പിനെയാ നീ നോവിച്ചു വിട്ടത്. സൂക്ഷിച്ചോ. എല്ലാറ്റിനും കടുക് കയറി കണക്ക് തീർക്കുന്ന ഒരു ദിവസം വരും. അന്നേ നമ്മൾ തമ്മിൽ കാണും. ഇപ്പൊ ബയറ് മാത്രമേ കീറിയുള്ളൂ. വേഗം പൊയ്ക്കോ, ഇല്ലാന്ത്രേ മൊത്തം വലിച്ചു കീറും. കാണാം, നമുക്ക് കാണാം. തളർന്നു കിടന്ന് ഉണ്ണിത്താന്റെ മുന്നിൽ ചെന്നു. മല്ലയ്യ കർണാടകയിൽ എന്തോ മന്ത്രം ചൊല്ലിയതും ഉണ്ണിത്താൻ ചാടി എണീറ്റ് നിൽക്കെ കേട്ടെ. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി. ഒന്ന് പോടോ. കൂടി വന്നാൽ മല്ലയ്യ ദശമൂലം ദാമൂന്ന് പറഞ്ഞു കാണും. ഉണ്ണിത്താൻ അത് കേട്ടൊന്ന് ഞെട്ടിയും കാണും. ഇപ്പൊ അതൊന്നുമല്ല പ്രശ്നം. ഡോക്ടർ ലക്ഷ്മിയെ കാട്ടാപ്പിള്ളി കെട്ടു, അവ മല്ലയ്യ കെട്ടുവന്നാ. പെണ്ണിന് വേണ്ടിയുള്ള യുദ്ധം ചരിത്രാതീത കാലം മുതലേ തുടങ്ങിയതാ. പണ്ട് അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത്? ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? ഇവിടെ അത് പോട്ടടാ രാമു. അല്ല പിന്നെ ഇവനെന്താ സായിപ്പ് ഉണ്ടാക്കിയത്? വേലിൽ നീ വായനശാലയിൽ പുസ്തകം വായിച്ചോണ്ടിരുന്ന നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. ഓ, എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. പാലിന്റെ പാത്രം ഒഴിഞ്ഞെങ്കിൽ തന്നോളൂ. ഓഹോ,
നീ മല്ലയ്യയുടെ വീട്ടിൽ കയറി താമസിച്ചിട്ടും മല്ലയ്യയുടെ മനസ്സിൽ കയറി താമസിച്ചത് ആ ഡോക്ടർ പെണ്ണായി പോയല്ലോ ഗൗരി. ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ പരമുള്ളേ. വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും. ഇഷ്ടപ്പെട്ടില്ലേ? പെട്ടില്ല. മാപ്പൊന്നും പറയണ്ട, പൊക്കോ. വൃത്തിയായിട്ടവനെ ഉമ്മ വെച്ച് കളിക്കുന്ന ചെവിയും കെട്ടൂടാ കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല? നിക്കടെ. തൽക്കാലം മല്ലയെ ഇത് അറിയണ്ട. പെങ്ങളൂട്ടി പൊക്കോ. യുവമാരൊന്നും ശരിയല്ല, പൊക്കോ. സ്ത്രീകളെ ഞാൻ തല്ലാറില്ല, പക്ഷെ ഇതുപോലെ ചിരിക്കുന്നവന്മാരെ ഞാൻ വെറുതെ വിടാറുമില്ല. കമന്റടിച്ചിട്ട് ചിരിക്കുന്നവടാ കള്ളക്കളവാ. ചിരിക്കടാ, ധൈര്യം ഉണ്ടെങ്കിൽ ചിരിക്കടാ. നിനക്കൊക്കെ എന്നെ ശരിക്കും അറിയാൻ പാടില്ല. എടാ, നീയൊക്കെ ബോംബെയിലെ അധോലോകമായ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടാ? ഞാൻ കേട്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. എന്താടാ? അണ്ണാ, ഇനി പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകൂ. സത്യം, ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഫുൾ ചെലവ് എന്റെ വക. കൊണ്ടുപോവാന്ന് പറ. ഇനി വേറൊരു കഥ പറയാം. ആ കൈ എടുത്തേ. ഒരു ഉറുമ്പ് ഇങ്ങനെ നടന്ന് 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 ഞങ്ങൾ ഈ ആനയുടെ ഉറുമ്പിന്റെ കഥ. ഒരു കാര്യം പറഞ്ഞേക്കാം, അങ്ങനെ ദേഹത്ത് തൊട്ടുള്ള കഥ പറച്ചിലൊന്നും വേണ്ട. പാവങ്ങളാണെങ്കിലും ഞങ്ങൾക്കും ഇത്തിരി അന്തസ്സ അഭിമാനമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് മേലിൽ അവളെ ശല്യം ചെയ്യാൻ നിൽക്കരുത്. ഭർത്താവ് തളർന്നു എടുക്കാൻ തുടങ്ങിയിട്ട് 5-6 കൊല്ലമായല്ലേ? കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു. വീട്ടിലെ ചെലവിന്റെ കാര്യങ്ങളെ എന്നോട് സ്നേഹമാണെന്നൊന്നും ചാണകം വരുന്ന കൈ കൊണ്ട് അടിമേടിക്കല്ലേ. എന്റെ കൂടെ പോന്ന ചാണാൻ വരുന്ന കൈ കൊണ്ട് ഞാൻ സ്വർണം വാരിക്കും. രണ്ടും കൂടി കിന്നാരം പറഞ്ഞു നിൽക്കാണ്ട് ആ പശുക്കൾക്ക് പുല്ലോ വൈക്കോലോ എന്തെങ്കിലും ഇട്ടു കൊടുക്ക്. ഞാനിവിടെ പശുവിന്റെ ഉച്ചിഷ്ടമേറ്റം വാരിക്കൊണ്ടിരിക്കുക. 3 നേരം വെട്ടി വിഴുങ്ങണ്ടേ? മനുഷ്യനെ പണി ചെയ്യാൻ സമ്മതിക്കുള്ളൂ വെച്ചാ. ഇയാള് ഒരുപാട് പണി ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പാലില് വെള്ളം ചേർത്ത് വിൽക്കുക, വൈക്കോലും മറിച്ച് വിൽക്കുക, ഇതൊക്കെയല്ലേ താൻ ചെയ്യുന്ന പണി. എന്റെ ഈ അന്ന സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഒന്നിനും വിശ്വസിക്കാൻ കൊള്ളില്ല. വിശ്വസിച്ച് കൂടെ നടക്കുന്നവരാ ചതി കാണിക്കുന്നത്. ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ? ഞാൻ ഇന്നലെ വെണ്ണ കട്ട് വിറ്റതെങ്ങാൻ ഇവള് അറിഞ്ഞ. അതെ, ആ വീട് പണി ഒന്ന് വേഗം തീർക്കാൻ പറയണം. അല്ലെങ്കിൽ ഒരു വാടക വീടെടുത്ത് ഞങ്ങൾ ഉടനെ അങ്ങ് മാറ്റണം. എന്താ ദിടീരങ്ങനെ തോന്നാൻ കാരണം? നിങ്ങളുടെ കൂടെ ഉള്ള ആളെ കൊണ്ട് വലിയ ശല്യായിരിക്കാം. ആറ് മുറുകനോ? അവൻ നിന്നെ എന്ത് സെല്ലേ ചെയ്തു? എന്നെ അല്ല, മീനാക്ഷിയെ. അതുമല്ല തമാശക്കാക്കി പറഞ്ഞത്. കളിയും തമാശ ഒന്നും അവളുടെ അടുത്ത് വേണ്ട. എനിക്കോ ചീത്തപ്പേരായി, ഇനി അവൾ കൂടി ചീത്തപ്പേരുണ്ടാക്കി വെക്കണോ? നിൻകെ ഒരു ചീത്തപ്പേരുണ്ടായാൽ അത് കളയാതെ നോക്കേണ്ടത് നിൻ ജവാബ്ദാരി നന്തല്ല. കളിയാക്കണ്ട. മല്ലയ്ക്ക് നല്ല ചീത്തപ്പേരാ. ആ ഡോക്ടർ പെണ്ണായിട്ടുള്ള അടുപ്പം ഈ നാട് മുഴുവനും പാട്ടാ. പാട്ട് മാത്രമല്ല, എന്റെ പാരഡി ഇറങ്ങിയിട്ടുണ്ട്. സീടെ ഈ നാട്ടുകാരെ കൊണ്ട് ഞാൻ തോട്ടല്ലോ. ഇവരത് എങ്ങനെ മണത്തറിഞ്ഞു? ഞാനിത് രഹസ്യമായിട്ട് വെച്ചിരുന്നതാണല്ലോ. ഇയാളത്ര ശരിയല്ലെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. ഒരു പാതിരായിക്ക് എന്റെ മുറി കയറി വന്നല്ലേ. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? പാതിരാത്രി പെൺപിള്ളേരെ മുറി കയറി ചെല്ലുമ്പോ അവരറിയാതെ കയറി ചെല്ലണ്ടേ? അല്ലെങ്കിൽ നമുക്ക് ചീത്തപ്പേരാ. എളുപ്പിനൊരു 3 മണിക്ക് ചെന്നുള്ളൂ, കുഴപ്പമുണ്ടാക്കൂല. എന്റെ അനുഭവത്തിനാ ഞാൻ പറയണത്. കുട്ടിയുടെ കാര്യത്തിലല്ല, നമ്മുടെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി കാർത്തിയാനില്ലേ, ഇരിങ്ങാലക്കുട ജംഗ്ഷനിൽ പാലുറ്റി നടന്ന എന്നെ കെട്ടിയിട്ട് നാട്ടുകാരെല്ലാം പോയപ്പോ ജെറ്റിത്തോടിയില്ലേ ഞാൻ. ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചു. ഇനി ഞാൻ ഇതെല്ലാവരോടും പറയാൻ തന്നെ പോവാ. നീ പോയി പറയടി. കുറെ നാളായാലോ നീ ഇത് പറഞ്ഞ് എന്നെ വേടിപ്പിക്കുന്നു. ഇനി ഞാനൊരു സത്യം പറയട്ടെ, അന്ന് ഞാൻ വന്നത് ശരിക്ക് നിന്നെ നശിപ്പിക്കാനാ. നീ പെട്ടെന്ന് എഴുന്നേറ്റത് കൊണ്ട് നീ രസപ്പെട്ടു. ഇനി നിന്നെ രസപ്പെടില്ലടി. ഇത് കണ്ടോ, ഇത് ബോധകെടുത്താനുള്ള സ്പ്രേയാണ്. ഇത് അടിച്ചിട്ട് നിന്നെ നശിപ്പിക്കും. മുന്ത ഹിന്ദ എന്നോട് നശിപ്പിക്കും. അതെ, മല്ലയെ സൂക്ഷിക്കണം. പൂട്ടിയിട്ടതായണ പോലും വെടിവെച്ച ആളാ. ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചോളൂ. അല്ലെങ്കിൽ വേണ്ട, അയാൾ അങ്ങനെ വിട്ട ശരിയാവില്ലല്ലോ. ഞാൻ വന്ന് കുട്ടിക്ക് കൂട്ടുകെടുക്കാം. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ മീനാസി സെല്ല് ചെയ്യരുതെന്ന്. നിനക്ക് നാച്ചിക്കാകിൽവാ? ഓ, മല്ലയ്യ അത്ര നല്ല പിള്ളയൊന്നും ചമയണ്ട. പാതിരാത്രി മുറി കയറി ചെന്നിട്ട് ബോധം കെടുത്തിട്ടുള്ള പദ്ധതി പറയുന്നൊക്കെ ഞാനും കേട്ടു. എടാ, അത് ഞാനവിടെ സുമ്നെ പട്ടിക്കാൻ പറഞ്ഞതല്ലേ. ഇത് നിജവാകിലോ ഷേവിംഗ് ക്രീമോ? അയ്യേ, എന്ത് പണി കാണിച്ചേ. ഇത് എവിടെ സെന്റ്? സെന്റാ? ഇത് ഏക്കറാണ്. ഇന്ന് കുളിച്ചില്ലേ? ഒന്നടിച്ചേ.
എടബാദൂരി ഇത് ബോധം കെടുത്തണ മരുന്നാണ്. ഇത് അടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് എഴുന്നേക്കുള്ളൂ. ഇതുകൊണ്ട് എങ്ങനെ പോണത്? അത് പറയാൻ പറ്റില്ല. കൊച്ചു കെള്ളി ഉച്ചമയക്കത്തിലാണല്ലേ, ഞാൻ മയക്കിത്തരാം. അയ്യോ ബോധം കെടും, ബോധം കെടും, ഇതടിച്ച ബോധം കെടും. ബോധം കെടാനുള്ള സ്പ്രേ തന്നെ. എന്റെ കല്യാണമാണ്. ആദ്യത്തെ കുറി പെണ്ണിന്റെ അച്ഛന് തന്നെ ഇരിക്കട്ടെ. ദാ. എന്താലേ അവനാ ശുഷ്കാന്തി കണ്ടമല്ലയാ. വൃത്തി കിട്ടവനെ, നീ എന്തിനാണ് അവന്റെ ശുഷ്കാന്തി നോക്കുന്നത്? അയ്യോ ഇല്ലാതെ സംസാരിക്കുന്നത്. ഡാക്ടർ എന്താ ഇങ്ങോട്ട്? നാട്ടുകാര് പറയുന്ന കഥകളെല്ലാം അറിയുന്നുണ്ടോ? അതിനൊരു ക്ഷമ പറയാൻ കൂടിയാ ഞാൻ വന്നത്. അപ്പൊ നാട്ടുകാര് പറയുന്നതിൽ കാര്യമുണ്ട്. എല്ലാം ശരിയാകും. ലക്ഷ്മിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും. ആശാനൊന്ന് വേഗം വാ. ആ മുരുകൻ ഇങ്ങനെ ഒരു സന്മനസ് കാണിച്ചതുകൊണ്ട് ഇപ്പൊ ഇതിനകത്തെങ്കിലും ഒന്ന് സഞ്ചരിക്കാറായി. ബാപ്പാന്റെ ഭാര്യ കുട്ടികൾ എന്ത് വിളിക്കും? ഉമ്മ. ആണേ. തന്നോളൂ. അയ്യടാ. ഏറ്റവും തോന്നുന്ന ഗൗരി ഉണ്ടാക്കുന്നതെല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടല്ലോ. ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. അല്ല നിന്റെ പട്ടി ബണ്ണില്ലേ? പട്ടിയോ? എനിക്കെവിടുന്ന പട്ടി? നിന്റെ പട്ടി ബരുവെന്ന് പറഞ്ഞല്ലേ നീ പോയത്? അല്ല പോയാ നാളത്തെ ചെക്കാര് കൊടുക്കും. അതിനല്ലട സാമി ഉള്ളത്. സാമിക്ക് ഓഡിറ്ററെ കാണാൻ പോണ്ടേ? ചെക്ക് കൊടുത്തു പോയാ പോരെ? അല്ല തോട്ടത്തിലെ വിളവെടുപ്പ് നടക്കല്ലേ? അതിന് പണിക്കാരുണ്ടല്ലോ. ഭക്ഷണം കഴിക്കുമ്പോ ഒന്നും മിണ്ടായിരിക്കും. പോട്ടമല്ലയ്യ, ഒന്നും പറയണ്ട. അച്ഛനെ വീൽ ചെയറിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പറയണേ, വാറണ്ടി ഉള്ളതാ. ആ ഇവിടെ ഒരു ഗ്ലാസ് വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ. നീ വന്നത് ഏതായാലും നന്നായി. നിന്നോടൊരു കാര്യം പറയാനിരിക്കുകയായിരുന്നു. ചന്ദ്രമോഹൻ മീനാക്ഷിക്ക് ഒരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യേ, ഫുൾ ടൈം കള്ളു പിടിച്ചിടക്കുന്ന അയാളോ? അയാൾ കൊണ്ടുവരുന്ന ആളും കള്ളുപിടിയനായിരിക്കും. നമുക്കതൊന്നും വേണ്ട. ചെറുക്കനാവക ദുസ്വഭാവങ്ങളൊന്നുമില്ല. അഥവാ ഉണ്ടെങ്കിലും എനിക്കതൊരു പ്രശ്നമല്ല. സെറിക്കനുടെ ചുറ്റുപാട് കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ടുണ്ട്. മീനാക്ഷി സെറിക്കനെ വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങളത് ഉറപ്പിച്ചു. ഇനി മേലെ നീ മീനാക്ഷി ആവശ്യമില്ലാതെ സെല്ല് ചെയ്യരുത് കേട്ടോ. ഏടാ, ചന്ദ്രമോഹനെ കൊണ്ടുവന്ന ആലോചന വേറെ ആരുമല്ലടാ, നിന്റെ ആടാ ഡബ്ബനാൻ മകനെ. അല്ലെങ്കിലും ഈ ചന്ദ്രമോഹൻ ആള് നല്ലവനാ. പക്ഷേ ഒരു കാര്യം, ഗൗരിയുടെ കല്യാണം കഴിഞ്ഞ് ഇത് നടക്കൂ. മതി, രണ്ടും ഒരുമിച്ച് നടത്താലോ. അവിടുത്തെ സംസാരമൊക്കെ കേട്ടല്ലോ. ഉള്ളിലോരോന്ന് വെച്ചിട്ട് വെറുതെ ബലം പിടിക്കല്ലേ. ഇത് തന്നെയാണ് പറ്റിയ സമയം. ഞാൻ നിന്റെ മനസ്സിലുള്ള കാര്യം ആശാനോട് മുരുകനോട് പറയാൻ പോവാ. അവര് പിന്നെ മല്ലയായിട്ട് സംസാരിക്കട്ടെ. പറയട്ടെ. ഈ മൗനം ഞാൻ സമ്മതമായിട്ടെടുത്തോട്ടെ? അല്ല, മല്ലയോട് പറയാനുള്ള സമ്മതം. മുല്ലയ്യ, മുത്തയ്യ, മല്ലയ്യ. ഈ പ്രായത്തിൽ ഇനി കല്യാണം? അതിന് ഗൗരിക്ക് അത്ര പ്രായമായിട്ടില്ല. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. ഈമന്റെ കാര്യം നടക്കട്ടെ. എനിക്കിനി അങ്ങനെയുള്ള ആശകൾ ഏനും ഇല്ല. ചുമ്മാ ചാടാണിക്കല്ലേ. ഇപ്പൊ തന്നെ ലേറ്റാ. വേണമെങ്കിൽ ഇപ്പൊ പറയണം. അതെല്ലാം ശരിയാകുന്നില്ല. ഓ, അത് ശരി. അപ്പോ വിവാഹം കഴിക്കാൻ പറ്റാത്ത രീതി ശാരീരികമായ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വേണ്ടാത്തത് പറഞ്ഞാലുണ്ടല്ലോ ഓടിത്തിനോട് കാത്തേ. പിന്നെന്താ സമ്മതിച്ചാല്? ഞാനത് പറയണോ? ഞാനത് ഹേളുവെക്കാം. മുരുക വേണ്ട. മക്കള് നന്നായി കാണണമെന്നുള്ളൊരു അച്ഛന്റെ ദുരാഗ്രഹം കൊണ്ട് ആലോചിച്ചതാ. അതുകൊണ്ട് അർഹതയില്ലാത്ത ഒരു ബന്ധമാണെന്ന് അറിഞ്ഞിട്ട് പോലും. അർഹതയില്ലാത്ത എനിക്കാണ് ആസാനെ. ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ എല്ലാരും എന്നെ വെറുക്കും. ആസാനും ഗൗരിയും എല്ലാരും. അതുകൊണ്ട് മല്ലയെ കുറിച്ച് ഇനി എന്തറിയാനാ? എടാ, നീ അറിയാത്ത ഒരാൾ എന്റെ ഉള്ളിലുണ്ട്. അത് ഈ നാട്ടുകാർക്ക് അറിയാം, ഈ ആസാൻ അറിയാം. അതാരാണെന്ന് അറിഞ്ഞിട്ട് ആസാൻ തന്നെ തീരുമാനിക്കും. ആസാന്റെ മകൾക്ക് പറ്റിയ ആളാണോ ഞാനെന്ന്. മല്ലയ്യ പറയുന്നതൊന്നും എന്നാ ശരിക്ക് പറഞ്ഞു തരാം. പണ്ട് കുറെ കാലം മുമ്പ് നാട്ടുകാരുടെ പണവും കത്കൊണ്ടുപോയ ആസാനെ ഈ ഗതിയിലാക്കിയ ഒരു കള്ള ഹുടുകനെ ആസാൻ ഓർമ്മയുണ്ടോ? ആ ഹുടുക ആന.
പണം കത്കൊണ്ട് പോകുന്നു എന്ന് കരുതിയിട്ടല്ലേ ആസാൻ എന്നെ തടഞ്ഞത്. പക്ഷേ ശരിക്കും നടന്നത് എന്താണെന്ന് ആസാൻ അറിയാം. അപ്പൊ മലയാളം അറിഞ്ഞുകൂടാത്ത എനിക്ക് അവർ പറഞ്ഞതൊന്നും മനസ്സിലായില്ല. ആ ദുഡിൻ പെട്ടി എത്കൊണ്ട് ഓടൂ, ഓട്, ഓടിപ്പിടോ. ಅಣ್ಣವರೇ 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 ಏನಾಯ್ತು ಅಣ್ಣವರೇ? ಮಾತಾಡಿ ಅಣ್ಣವರೇ, ಏನಾಯ್ತು ಅಣ್ಣವರೇ? അതാരാ ചെയ്തത് എനിക്കറിയില്ല. അത് കണ്ടുപിടിക്കണോ അവരോട് പകരം ചോദിക്കണോ അല്ല ഞാനിവിടെ വന്നത്. പക്ഷേ എല്ലാവരുടെ കണ്ണിലും ഞാനിപ്പോ കള്ളന. സ്വന്തം മകനെ പോലെ സ്നേഹിച്ച മനസ്സിനെ പറ്റിയ സാധ്യത. മറ്റാരെയോ രക്ഷിക്കാൻ അന്ന് കുറ്റം വീരുവിന്റെ തലയിൽ കെട്ടിവെച്ചതാണെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ കുറുപ്പച്ചനോട് ഞാൻ പലയാവർത്തി ചോദിച്ചിട്ടും വീരുവിന്റെ പേര് തന്നെയാണ് അയാൾ പറഞ്ഞത്. പിന്നെ ആ സത്യം അറിയാവുന്നത് മിണ്ടാൻ വയ്യാതെ കിടക്കുന്ന ഉണ്ണിത്താനാണ്. ഇനി ആ സത്യം അറിയണമെങ്കിൽ ഉണ്ണിത്താൻ സംസാരിക്കണം. എങ്കിലേ പഴയ വീരു തെറ്റുകാരനല്ലെന്ന് ഈ നാട്ടുകാർ വിശ്വസിക്കൂ. ഒരു തെറ്റ്, ഒരേ ഒരു തെറ്റ്, അത് മാത്രം ഞാൻ ചെയ്തുള്ളൂ. അത് ആസനോടാ. എനിക്ക് രസവരാൻ വേണ്ടിയാ അങ്ങനെ ചെയ്തു. എല്ലാ ചട്ടമ്പകളുടെയും അവസാനം ഇങ്ങനെയൊക്കെ തന്നെയാ. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ദൈവം എനിക്ക് തന്ന ശിക്ഷ, അത്രയേ ഉള്ളൂ. ഈ അവസ്ഥയിലിരിക്കുന്ന എനിക്ക് എന്റെ മക്കളുടെ ജീവിതത്തെ കുറിച്ചുള്ള വേവലാതിയേ ഉള്ളൂ. അവർക്കൊരു ജീവിതം കിട്ടുമെങ്കിൽ പഴയതെല്ലാം മറക്കാൻ ഞാൻ തയ്യാറാണ്.